ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ പെൺകുട്ടികളിൽ ഒരാളുടെ നിർണായക വെളിപ്പെടുത്തൽ ജനം ടിവിക്ക്. പെൺകുട്ടിയെ ആഗ്രയിലേക്ക് പോകാൻ വിളിച്ചത് സിസ്റ്റർ പ്രീതി മേരി. ടിക്കറ്റ് എടുത്തത് സിസ്റ്റർ വന്ദന. നാരായൺപൂരിൽ വച്ച് തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ദല്ലാളിനോട് പെൺകുട്ടി ആവശ്യപ്പെട്ടു. സംഘത്തിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നതായും പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. വിഷയത്തിൽ തന്ത്രപരമായ മൗനം പാലിച്ച് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്. കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ വന്നപ്പോൾ മാത്രമാണ് ഭൂപേഷ് ഭാഗൽ ഇവരെ കാണാൻ ജയിലിലെത്തിയത്. സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും മനുഷ്യക്കടത്തും അറസ്റ്റും നടന്നതായി തെളിവുണ്ട്. हमको बोले कि आगरा में खाना मतलब कि सिस्टर मन के लिए खाना बनाना है, तो आप लोग मतलब कि ऐसे ऐसे करना करके बताए हमको। कौन बताए? मतलब पहले के जो दीदी मन गए थे उन्होंने रिटर्न वापस आए, वो दीदी मन हमको बताए, तो हम लोग फिर ठीक है एक बार जाके देखेंगे करके बोले। तो फिर बाद में फिर बोले कि मतलब मेरे को बोले कि कुकड़े जुड़ के 2 लड़की मन का हो गया है करके, तो ठीक है करके दान जगाने के लिए गढ़बंगल गई थी। उसके बाद वहाँ से फिर फ़ोन किए कि आपके नाम से मतलब कि मेरे नाम ने और एक दीदी का नाम सुमति है, उनके नाम से टिकट बुकिंग हुआ है, आप आओगे क्या करके। तो मैं बोली मेरे हाथ में पैसा नहीं है करके। तो फिर ना बोले कि हम लोग पैसा दे देंगे करके बोले, तो ठीक है करके हम लोग आ रहे थे। पैसा दिए? कितना पैसा दिया आपको आने जाने के लिए? मतलब बुकिंग किए हैं, हमको नहीं दिए। अच्छा, आने के बाद भी ऐसा लग रहा था कि मैं नहीं जाऊंगी, अगर मैं वापस अपने नारायणपुर जाऊंगी, ऐसा लग रहा था? जी मैं। तो आप क्यों नहीं बोले जाऊंगी करके? तो मैं भैया कब से निकले हो घर से रात को 9 बजे से निकले मैं। ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഛത്തീസ്ഗഡിൽ നിന്ന്. ശ്രീകാന്ത്, ഇപ്പോൾ പെൺകുട്ടിയുടെ തുറന്നു പറച്ചിലിൽ അവർ പറയുന്നത് നാരായൺപൂരിൽ വെച്ച് തിരികെ വീട്ടിലേക്ക് പോകണമെന്ന് ദല്ലാളിനോട് ആവശ്യപ്പെട്ടു, പക്ഷേ സമ്മതിച്ചിരുന്നില്ല എന്ന് തന്നെയാണ്. കൂടുതൽ നിർണായകമായ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്? ദേവിക, ഛത്തീസ്ഗഡിൽ നിന്നും നമ്മൾ കേട്ടതൊന്നുമല്ല യാഥാർത്ഥ്യം, കേരളത്തിൽ കേട്ടതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് തെളിയിക്കുന്നതാണ് ഈ പെൺകുട്ടിയുടെ തുറന്നു പറച്ചിൽ. ഇന്ന് രാവിലെ കൂടി കേന്ദ്രമന്ത്രി ജോർജ് കുര്യനോട് മാധ്യമങ്ങൾ ചോദിച്ചത് എന്താണ് ഇതിനൊരു തെളിവ് എന്നുള്ളതാണ്. ഇത് മതപരിവർത്തനമാണോ അല്ലെങ്കിൽ മനുഷ്യക്കടത്താണോ എന്നുള്ളതിന് തെളിവ് എന്താണ് എന്ന് ചോദിച്ച ചോദ്യമുണ്ടായിരുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ മൊഴി. ഈ പെൺകുട്ടിയെ അടക്കമാണ് ഈ ആഗ്രയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അവൾ പറയുന്നത് ഇങ്ങനെയാണ്: തങ്ങളെ വിളിച്ചത് ദീദി എന്ന് പറയുന്നത് അത് പ്രീതി മേരിയെക്കുറിച്ചാണ്. സിസ്റ്റർ പ്രീതി മേരിക്കൊപ്പം പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ദല്ലാൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയത്. ഭയ്യ എന്നാണ് അയാളെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അയാൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. നാരായൺപൂരിൽ എത്തിയപ്പോൾ ഇത് വളരെ ദൂരേക്കാണ് എന്ന് മനസ്സിലായി. താൻ തിരികെ പോകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തതിനാൽ തിരികെ പോകാൻ കഴിയില്ല എന്ന് അയാൾ പറയുകയും ചെയ്തു എന്ന് പറയുന്നു. തൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞപ്പോൾ പണം വേണ്ട, നിങ്ങൾ പോന്നോളൂ, ടിക്കറ്റൊക്കെ വന്ദന സിസ്റ്റർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ മനുഷ്യക്കടത്താണെന്ന് ഉറപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരാൾ ഇൻഡോറിൽ നിന്നും ഒരു സിസ്റ്റർ വരുന്നത് ആഗ്രയിൽ നിന്നുമാണ്. ഈ രണ്ടിടങ്ങളിൽ നിന്നും ദുർഗിലെത്തി അവിടെ നിന്നും ഇവരെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായി ഉണ്ടായിരുന്നതും. അതിനാൽ കൂടിയാണ് ഈ പെൺകുട്ടിയുടെ തുറന്നു പറച്ചിൽ ഗൗരവം അർഹിക്കുന്നത്. ഇതിലും ഞെട്ടിക്കുന്ന കാര്യം ദേവിക, 20 മുതൽ 30 വരെ പെൺകുട്ടികളെ ഇവരുടെ മേഖലയിൽ നിന്നും കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇവരെ ആരാണ് കൊണ്ടുപോയത്, എവിടേക്കാണ് കൊണ്ടുപോയത്, എന്തിനാണ് കൊണ്ടുപോയത് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. ഇതിൽ എന്തായാലും കൊണ്ടുപോകുന്നത് മതപരിവർത്തനത്തിനാണ് എന്നുള്ള കാര്യത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മനുഷ്യക്കടത്താണ് എന്ന കാര്യത്തിൽ പോലീസിന് ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഈ പെൺകുട്ടിയുടെ മൊഴി നിർണായകമായിരുന്നു ഇവരുടെ അറസ്റ്റിൽ എന്നുകൂടി മനസ്സിലാക്കണം. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും കേരളത്തിലെ മതമേലധ്യക്ഷന്മാരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കെതിരായി അതിശക്തമായ മൊഴി ഇവിടെയുണ്ട്. ആ പെൺകുട്ടി തന്നെ ഒരു ആദിവാസി പെൺകുട്ടിയാണ്, ബസ്തർ മേഖലയിൽ നിന്നും വരുന്ന. അവളുടെ മൊഴി ഇവിടുത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, ഇവിടുത്തെ പോലീസിനെ സംബന്ധിച്ച്, ഇവിടുത്തെ നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് ശക്തമായ മൊഴി തന്നെയാണ്. അതിനാൽ ഈ പുറത്തെ സമ്മർദ്ദതന്ത്രവും ഭീഷണിയും ഒന്നും ഇവിടുത്തെ നിയമത്തിന് മുന്നിൽ വിലപ്പോകില്ല എന്നുള്ളതാണ് വസ്തുത. ശ്രീകാന്ത്, മറ്റൊരു കാര്യം കൂടി, കോൺഗ്രസിന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ സംഭവത്തിൽ തന്ത്രപരമായ മൗനം പാലിക്കുകയാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ. മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ഭാഗൽ ഉൾപ്പെടെയുള്ള നേതാക്കളും മാധ്യമങ്ങളോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കേരളത്തിൽ നിന്നുള്ള UDF എംപിമാർ വന്നപ്പോൾ മാത്രമാണ് ഭൂപേഷ് ഭാഗൽ ഇവരെ കാണാൻ ജയിലിൽ എത്തിയതുപോലും. ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ വിഷയമായിരുന്നു നിർബന്ധിത മതപരിവർത്തനം. ദേവിക, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഛത്തീസ്ഗഡിൽ ഇതൊരു വിഷയമേ അല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും നിർബന്ധിത മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ചതാണ്.
ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് MHA മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അത് NIA-ക്ക് കൊടുത്തിരിക്കുന്ന മാൻഡേറ്റ് ഇത് കൃത്യമായി അന്വേഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ രണ്ടും വന്നിട്ടുണ്ട്. മാത്രമല്ല സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഡയറക്ഷൻ ഉണ്ട്. 143 ഷെഡ്യൂൾഡ് ഒഫൻസ് വന്നാൽ NIA കോടതികൾ തന്നെ അത് കേൾക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ കോൺഗ്രസിന് നല്ല ബോധ്യമുണ്ട്, തങ്ങളുടെ ഭരണകാലത്തും തങ്ങൾ കേസെടുത്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതുകൊണ്ട് ഇതിൽ ഇടപെട്ട് കൈ പൊള്ളേണ്ടതില്ല എന്നവർ കരുതുന്നു. ഒരു പ്രാദേശിക നേതാവ് പോലും അവിടെ വന്നിട്ടില്ല. കേരളത്തിലെ UDF MPമാർ വന്നപ്പോൾ ഭൂപേഷ് ബാഗൽ അവിടെ എത്തി ജയിലിൽ കയറാനുള്ള അനുവാദം വാങ്ങി നൽകി മുങ്ങി എന്നതൊഴിച്ചാൽ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഒരു കാര്യം കൂടി അങ്ങ് പറഞ്ഞേക്കാം. കാരണം 2021 കോൺഗ്രസ് ഭരിക്കുമ്പോൾ ജഷ്പൂർ ജില്ലയിൽ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമപ്രകാരം അവരും കേസെടുത്തിട്ടുണ്ട്. ഈ ഒരു വൈദികനും അതോടൊപ്പം 3 പാസ്റ്റർമാർക്കുമെതിരെയാണ് കേസെടുത്തത്. അവരുടെ പേര് ഇപ്രകാരമാണ്. ഇനി അതുകൂടി പറയാം, ഇല്ലെങ്കിൽ ഇതും വ്യാജമാണ് എന്നൊരു പക്ഷേ പറഞ്ഞു കളയും. വൈദികനായിരുന്ന അരുൺ കുജൂർ, പാസ്റ്റർമാരായ ബസന്ത് ലക്ര, സാൽമൺ ഡിഗ, ഡിനോ കുജൂർ എന്നിവരാണ് അന്ന് അറസ്റ്റിലായത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 4 പേരെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം. ഈ ഭൂപേഷ് പകൽ ഇന്നലെ ജയിലിൽ UDF സംഘത്തിന് കയറാൻ അനുമതി വാങ്ങിക്കൊടുത്ത അതേ ഭൂപേഷ് പകൽ ഭരിക്കുമ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് കൂടി ഓർക്കണം. അതായത് ഛത്തീസ്ഗഡിൽ ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്. ഇവിടെ നിയമം കർശനമാണ്, മതപരിവർത്തന നിരോധന നിയമം കർശനമാണ്. ഈ മനുഷ്യക്കടത്തെന്ന് പറയുന്നത് ഇന്ത്യയെമ്പാടും ഇന്റർസ്റ്റേറ്റ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അതറിയാവുന്നതിനാൽ ഇവിടുത്തെ കോൺഗ്രസ് ഇതുവരെയും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടുത്തെ സഭ പോലും ഒരു 10 പേരെ ഇറക്കി ഒരു പ്രകടനം നടത്താൻ പോലും തുനിഞ്ഞിട്ടില്ല എന്നറിയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലേത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടുള്ള നീക്കം തന്നെയാണ് എന്നുള്ളതാണ്.